ഈ അരഞ്ഞാണ മോഷണത്തിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത് ഈ ചന്ദ്രോത്സവത്തിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞപ്പോഴാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായാലും ഈ സിനിമ ചെയ്യുന്നില്ല, ഞാൻ ഒരു കള്ളൻ്റെ കഥ സിനിമയാക്കാൻ പോവാണ്. ഇതിലുള്ളതുപോലെ ആയിരിക്കില്ല, ഇതിൻ്റെ ഒരു നാടൻ വേർഷനായിട്ട് ഞാനത് മീശമാധവനിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിച്ചു. ധൈര്യമായിട്ട് എടുത്തോ, എന്തായാലും ഇതിനിപ്പോൾ സിനിമയാവാനൊന്നും പോകുന്നില്ല. അപ്പം അന്നൊരു രാത്രി ഉള്ള കൂടലിൽ അദ്ദേഹം പറയുന്ന കഥകളൊക്കെ കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഒരുപാട് ഭാഷാജ്ഞാനമുള്ള ഒരാൾ, കവിതകളെക്കുറിച്ചും ആട്ടക്കഥകളെക്കുറിച്ചും ഒക്കെ വലിയ ജ്ഞാനമുള്ള ആൾ. ആലപ്പുഴയായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ആലപ്പുഴ ഭാഗത്ത് നിന്ന് അതിൽ അഭിനയിക്കാൻ വന്ന ഡാൻസ് ചെയ്യാൻ വന്ന കുട്ടികളിൽ ഒരു കുട്ടിയായിരുന്നു പിന്നീട് ക്ലാസ്മേറ്റ്സിൽ റസിയ ആയിട്ട് അഭിനയിച്ച രാധിക. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സംവിധായകനൊക്കെ ആയതിന് ശേഷം ഏഷ്യാനെറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ തുടങ്ങി. അതിൻ്റെ ജനക് എന്ന് പറയുന്ന ഒരു പരിപാടി, ഒരു ഡാൻസ് പരിപാടിയുടെ ജഡ്ജായിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് ഈ ഏഷ്യാനെറ്റിലെ TV ചാനൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയ സമയത്താണ് BR പ്രസാദ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് ഏഷ്യാനെറ്റിലൊക്കെ ചില പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ കസിൻ ബ്രദറായ ഷാജി വർഗീസായിട്ടൊക്കെ സൗഹൃദമുള്ള ആളാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്നൊരു രാത്രി ഉള്ള കൂടലിൽ അദ്ദേഹം പറയുന്ന കഥകളൊക്കെ കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഒരുപാട് ഭാഷാജ്ഞാനമുള്ള ഒരാൾ, കവിതകളെക്കുറിച്ചും ആട്ടക്കഥകളെക്കുറിച്ചും ഒക്കെ വലിയ ജ്ഞാനമുള്ള ആൾ. അന്ന് ജസ്റ്റ് അതൊരു പരിചയപ്പെടൽ, നമ്മളൊരു പുതിയൊരാളെ പരിചയപ്പെടുന്നത് ഭയങ്കര അറിവുകളുള്ള കഥകളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ ജ്ഞാനമുള്ള, ആട്ടക്കഥ കുറിച്ച് അറിയുന്ന, ആട്ടക്കഥ എഴുതുന്ന, നാടകങ്ങൾ എഴുതുന്ന, ഗാനങ്ങൾ എഴുതുന്ന ഒരാൾ. അങ്ങനെ അന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. ആ പരിചയം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഞാൻ രണ്ടാം ഭാവം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് പരാജയപ്പെട്ടു. അത് ഇറങ്ങി അത്ര വലിയ വിജയമൊന്നും ആയില്ല. പക്ഷെ നല്ല സിനിമ എന്ന് കണ്ട ആളുകളെല്ലാവരും പറഞ്ഞു. സുരേഷ് ഏട്ടനായിരുന്നു അതിൽ നായകൻ, സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലു ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ വെറുതെ ഇരിക്കണം, ഒന്നും ആയിട്ടില്ല, അടുത്ത പടം എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല, ഇങ്ങനെ ആലോചനകളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആ സിനിമ വിജയിക്കാത്തതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഓണം വരികയാണ്, ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഒരു 5 പാട്ടുകൾ, അപ്പോൾ ഇതിനൊക്കെ നന്നായി പാട്ടെടുക്കാനൊക്കെ അറിയാമല്ലോ, അപ്പോൾ 5 പാട്ടുകൾ നമ്മൾ കമ്പോസ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ഒരു മ്യൂസിക് ഡയറക്ടറെയും ലിറിസിസ്റ്റിനെയും കണ്ടെത്തിയിട്ട് ഓണപ്പാട്ടുകളായിരിക്കണം. ഒരു 5 ഓണപ്പാട്ടുകൾ ചെയ്യുന്നു. എന്നിട്ട് ആ 5 പാട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നു. മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ ഒഴികെ വേറെ ഏത് നടന്മാരെ വേണമെങ്കിലും ഞാൻ ആ പാട്ടിലേക്ക് അഭിനയിക്കാൻ തരാം. ഏഷ്യാനെറ്റ് ഞാനും ചേർന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. ഞാനും അഭിനയിക്കാം, ഒരു പാട്ടിൽ ഞാനും അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര ഓഫർ തരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന, ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് ജോർജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഞാനും ദിലീപും ബിജു മേനോനും അലക്സാണ്ടർ മാത്യു പൂയപ്പള്ളിയും സുധീഷ് പിള്ള, അതായത് മീശമാധവൻ്റെ പിന്നീട് പ്രൊഡ്യൂസറായ ആൾ ഒക്കെ ചേർന്നിട്ട് 5 പേര് ചേർന്നിട്ട് ഗുഡ് 5 ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അന്ന് ഫോം ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ ഒരു ഓഡിയോ ആൽബം വേളാങ്കണ്ണി മാതാവിൻ്റെ ഭക്തിഗാനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് മ്യൂസിക് ഡയറക്ടറായിട്ട് സുധീഷ് പരിചയപ്പെടുത്തിയ ആളാണ് മനോജ് ജോർജ്. ബേസിക്കലി ഒരു വയലിനിസ്റ്റാണ്, തൃശ്ശൂർക്കാരനാണ്. അങ്ങനെ മനോജ് അതിൽ കുറേ നല്ല പാട്ടുകൾ ചെയ്തു. ആ ആൽബം നല്ലതായിരുന്നു, പക്ഷെ അതത്ര വലിയ ഒരുപാട് കാസറ്റൊന്നും പോയില്ല, അങ്ങനെ വലിയ ചിലവുണ്ടായില്ല. പക്ഷെ നല്ല പാട്ടുകളുള്ളൊരു ആൽബമായിരുന്നു അത്. അപ്പോൾ നമുക്കതിൻ്റെ ബിസിനസ്സും അറിയില്ലായിരുന്നു, അതാണ് അതിൻ്റെ ഒരു കാരണം. അങ്ങനെ മനോജ് ജോർജ് അത് കഴിഞ്ഞ് വീണ്ടും അയാളുടെ മ്യൂസിക്കൽ പരിപാടികളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഈ ഓഫർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് മനോജിനെ ഓർത്തു. അങ്ങനെ മനോജിനെ വിളിച്ചു.
അപ്പോൾ പാട്ട് ആരും എഴുതാമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഏഷ്യാനെറ്റിൽ വെച്ച് പരിചയപ്പെട്ട BR പ്രസാദിനെ ഓർത്തു. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ ബ്രദർ ഷാജി വർഗീസിനെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിക്കുകയും അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ആ ആൽബത്തിന് വേണ്ടിയിട്ട് കമ്പോസിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് സുരേഷ് ഗോപി ഡ്രീംസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഊട്ടിയിലാണ്. അപ്പോൾ ഊട്ടിയിൽ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി പരിചയപ്പെടുത്താം, എന്നിട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടി മേടിച്ചിട്ട് വേണമല്ലോ പരിപാടികൾ തുടങ്ങാൻ. അങ്ങനെ ഒരു കാറ് എടുത്ത് ഞാനും മനോജ് ജോർജും BR പ്രസാദും സുധീഷ് പിള്ളയും കൂടിയിട്ട് ഊട്ടിയിലേക്ക് സുരേഷ് ഗോപിയെ കാണാൻ പോയി. അങ്ങനെ സുരേഷ് ഏട്ടനെ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ ഹോട്ടലിൽ വെച്ച് കണ്ട് ഇവരെയൊക്കെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഐഡിയാസൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ഇരുന്നിട്ട് ആ ദിവസം പാട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസൊക്കെ ചെയ്തു. തിരിച്ച് സാധാരണ എല്ലാവരും ഊട്ടിയിൽ നിന്ന് മടങ്ങുന്ന വഴിയല്ലാതെ വേറൊരു വഴിയുണ്ടെന്ന് സുധീഷ് പറഞ്ഞതനുസരിച്ച് വേറെ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയുള്ള ഒരു വഴിയിൽ ഗ്രാമീണ പാതകളിലൂടെയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ കമ്പോസിങ്ങും പാട്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും ചേർന്ന് ചെയ്ത പാട്ടുകളാണ് ചിങ്ങപ്പെണ്ണിന് കണ്ണെഴുതാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൽബം. അതിൽ 5 പാട്ടുകളുണ്ടായിരുന്നു. 5ഉം മനോഹരമായ പാട്ടുകളായിരുന്നു. പിന്നീട് നാട്ടിൽ വന്ന് അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ആ 5 പാട്ടുകളും ഞാൻ ഷൂട്ട് ചെയ്തു. ആ പാട്ടുകൾ പാട്ടുകളിൽ ഒരെണ്ണത്തിൽ സുരേഷ് ഗോപി അഭിനയിച്ചു. വാനം തേടിപ്പോകും പാവം പക്ഷിക്കായി കാലം കാക്കും കൂടാണെൻ വീട്. വാനം തേടിപ്പോകും പാവം പക്ഷിക്കായി കാലം കാക്കും കൂടാണെൻ വീട്. അതുപോലെ ഏഷ്യാനെറ്റിൽ വെച്ച് പരിചയപ്പെട്ട അംബിക മോഹൻ എന്ന് പറയുന്ന ആക്ട്രസ് ആ സിനിമയിൽ സുരേഷ് ഗോപിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു. അവർ പിന്നീട് എൻ്റെ മീശമാധവനിൽ കാവ്യമാധവൻ്റെ അമ്മ ജഗതി ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു. പിന്നീട് അവർ മലയാള സിനിമയിലെ മലയാള TV സീരിയൽ രംഗത്തൊക്കെ തിരക്കുള്ള അമ്മയായി മാറി അംബിക മോഹൻ. ആ പാട്ടിൽ ഒരു തിരുവാതിരക്കളിയുടെ ഒരു സീക്വൻസിൽ ഡാൻസ് ചെയ്യാൻ ആലപ്പുഴയായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ആലപ്പുഴ ഭാഗത്ത് നിന്ന് അതിൽ അഭിനയിക്കാൻ വന്ന ഡാൻസ് ചെയ്യാൻ വന്ന കുട്ടികളിൽ ഒരു കുട്ടിയായിരുന്നു പിന്നീട് ക്ലാസ്മേറ്റ്സിൽ റസിയ ആയിട്ട് അഭിനയിച്ച രാധിക. അങ്ങനെ ഒരുപാട് കൗതുകങ്ങളുണ്ട് അതിലെ പാട്ടുകൾ. അതിലൊരു പാട്ടിൽ ചഞ്ചലാണ് അഭിനയിച്ചത്. നമ്മളുടെ MT ഹരിഹരൻ ടീമിൻ്റെ യക്ഷിയൊക്കെ ഉള്ള സിനിമയിൽ ജോമോൾ നായികയായി അഭിനയിച്ച സിനിമയിൽ യക്ഷിയായിട്ട് അഭിനയിച്ച ചഞ്ചൽ ഈ സിനിമയിലൊരു പാട്ടിൽ അഭിനയിച്ചു. സിദ്ദിഖ് ലാലിലെ ലാലേട്ടൻ ഒരു ആ പാട്ടിൽ അഭിനയിച്ചു. തമ്പുരാനെ തങ്കരത്തിൽ കൊണ്ടുവരാൻ പോകണ്ടേ, തണ്ടു വേണ്ട പല്ലക്കും വേണ്ട ഓൾഡ് ഫാഷൻ മൂപ്പി നാടേ. തമ്പുരാനെ തങ്കരത്തിൽ കൊണ്ടുവരാൻ പോകണ്ടേ, തണ്ടു വേണ്ട പല്ലക്കും വേണ്ട ഓൾഡ് ഫാഷൻ മൂപ്പി നാടേ. അങ്ങനെ സിനിമയിലെ പല നടീനടന്മാർ അഭിനയിച്ചു. കാവ്യമാധവനും സ്വം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ശരത്തും അതിൽ നായകന്മാരായിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അതിൽ രാഘവേട്ടൻ, എൻ്റെ നടൻ രാഘവൻ ചേട്ടൻ ആ ആൽബത്തിൽ അഭിനയിച്ചു. KPSC ലളിത ചേച്ചി ആ ആൽബത്തിൽ അഭിനയിച്ചു. അങ്ങനെ സിനിമാ രംഗത്തു നിന്നുള്ള പല ആളുകളും ആ ആൽബത്തിൽ അഭിനയിച്ചു. മാനത്തും
കാശിത്തുമ്പപ്പൂ വിരിഞ്ഞു മാറത്തെ ഓണപ്പൂ മാണിച്ചെന്റെ കൂമ്പി നിൽപ്പു ആശിച്ചേറെ കാത്തതല്ലേ തന്നൽ വന്നു മണിമുത്തം നൽകാൻ മാറല്ലേ മായല്ലേ താഴമ്പൂ കാട്ടി. ഇപ്പോൾ പ്രൊഡ്യൂസറും സംവിധായകനൊക്കെ ആയ അനൂപ് കണ്ണൻ ആദ്യമായി എന്നെ അസിസ്റ്റ് ചെയ്യുന്നത് ആ ആൽബത്തിലാണ്. സംവിധായകനായ സലാം ബാപ്പു എൻ്റെ കൂടെ ആ ആൽബത്തിൽ ഏഷ്യാനെറ്റിൻ്റെ അക്കൗണ്ടൻ്റായിട്ട് വന്നത് സലാം ബാപ്പു ആയിരുന്നു. കാഷ്യറായിട്ട് വന്നതായിരുന്നു സലാം ബാപ്പു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത രാജമാറ്റ് യാഹു എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത രഘുരാമവർമ്മ ആ ആൽബത്തിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു ആദ്യമായിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നീട് സിനിമയിൽ പോപ്പുലറായ ഒരുപാട് പേര് അതിലുണ്ടായിരുന്നു. ആ ആൽബത്തിൻ്റെ സമയത്ത് ആണ് ഞാനും വി ആർ പ്രസാദും ഒരുപാട് അടുക്കുന്നത്. വി ആർ പ്രസാദ് ചന്ദ്രോത്സവം എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നു. പ്രിയൻ സാറൊക്കെ ആയിട്ട് അന്ന് അത് സിനിമയാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെക്കുക എന്തോ ചെയ്തു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ രണ്ടാം ഭാവം കഴിഞ്ഞിട്ട് ഈ ആൽബം ചെയ്യുന്ന സമയത്ത് മീശമാധവൻ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മീശമാധവൻ്റെ കഥയിലൊക്കെ ലാൻഡ് ചെയ്ത് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ മീശമാധവനെക്കുറിച്ച് ഞങ്ങളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബി ആർ പ്രസാദ് ഈ ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു ഈ കാമശാസ്ത്രം ഒക്കെ വാത്സ്യായനൻ എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് അവർ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതിലൊരു കള്ളൻ മോഷ്ടിക്കാൻ ഒരു വീടിനകത്ത് കയറുന്ന ഒരു കൊട്ടാരത്തിൽ കയറുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയുടെ അരഞ്ഞാണം മോഷ്ടിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നി, ഭയങ്കര രസമായിട്ട് ഉള്ളൊരു സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായാലും ഈ സിനിമ ചെയ്യണില്ല, ഞാൻ ഒരു കള്ളൻ്റെ കഥ സിനിമയാക്കാൻ പോവാണ്, ഇതിലുള്ളതുപോലെ ആയിരിക്കില്ല, ഇതിൻ്റെ ഒരു നാടൻ വേർഷനായിട്ട് ഞാനത് മീശമാധവനിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിച്ചു. ധൈര്യമായിട്ട് എടുത്തോ, എന്തായാലും ഇതിനിപ്പോൾ സിനിമയാവാനൊന്നും പോകുന്നില്ല. അതിലന്ന് പുള്ളി പറഞ്ഞ ചില സീനുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കനം കുറഞ്ഞ ഒരു ആയുധം, അതിനൊരു ടോപ്പ് പോലെ ഉണ്ട്, അതിൽ ഒരു കരിവണ്ടിനെ പിടിച്ച് ഇട്ടിട്ട് അടച്ചിട്ട് ഈ സാധനം എയറിലേക്ക് ഇടുമ്പോൾ ഈ വണ്ട് ഇതിനുള്ളിൽ കിടന്ന് പറക്കുമ്പോൾ ഈ ആയുധം എയറിൽ ഇങ്ങനെ പറന്നു പൊങ്ങുന്ന ഒരു സാധനം. ഭയങ്കര ഇമാജിനേഷനല്ലേ അത്. പിൽക്കാലത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ പേനയുടെ ടോപ്പിനുള്ളിൽ വണ്ടിനെ ഇട്ടിട്ട് ഇതാക്കുന്നതായിട്ട് ശങ്കർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കമലഹാസനൊക്കെ ഈ ചന്ദ്രോത്സവം എന്ന് പറയുന്ന തിരക്കഥ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ തിരക്കഥ കേട്ട ആളുകളൊക്കെ അതിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ അവരവരുടെ സിനിമയിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അരഞ്ഞാണ മോഷണത്തിൻ്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത് ഈ ചന്ദ്രോത്സവത്തിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞപ്പോഴാണ്. അങ്ങനെ എനിക്ക് ഇത്രയും സരസമായി സംസാരിച്ചിരിക്കാവുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല. അത്രയും ഒറേഷ്യസ് ആയിട്ടുള്ള റീഡറാണ്. ഒരുപാട് പുരാണ ഗ്രന്ഥങ്ങൾ മുഴുവൻ കാണാപ്പാടാണ്. കഥകളും സരസമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യണം എന്ന് അദ്ദേഹത്തോട്, എൻ്റെ സിനിമയ്ക്ക് പാട്ട് എഴുതണം എന്തായാലും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ പിന്നെ മീശമാധവൻ്റെ ആ ആൽബം ഇറങ്ങി. ഏഷ്യാനെറ്റിൽ ആ ആൽബം വളരെ നല്ല അഭിപ്രായം നേടി. ഭയങ്കര ക്വാളിറ്റിയുള്ള പാട്ടുകളാണെന്ന് എല്ലാവരും പറഞ്ഞു. ഹരിതചാരുതയിൽ അമൃതമാടുന്ന കവിതയാകുന്നു കേരളം, കവിത മൂടുന്ന വനമുളം തത്ത മധുരമോതുന്നു സ്വാഗതം. ഹരിതചാരുതയിൽ അമൃതമാടുന്ന കവിതയാകുന്നു കേരളം, കവിത മൂടുന്ന വനമുളം തത്ത മധുരമോതുന്നു സ്വാഗതം. ആ പാട്ടുകൾ ചെയ്തത് നമ്മളുടെ സിനിമ ക്യാമറാമാനായ ഈ പുലിമുരുകനൊക്കെ ചെയ്ത ഷാജി കുമാറാണ് അന്ന് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത്. ആ പാട്ടുകളുടെ മുഴുവൻ പാട്ടുകൾ മൊത്തം ഷൂട്ട് ചെയ്തത് ഷാജിയാണ്. മധുരമൂറുന്ന മലർനിരത്താല മൊഴിയുമാവണി തെന്നലിൽ വരികമാവേലി പഴമനസിന്റെ പടികടന്നെത്തുമുണ്മയായി. മധുരമൂറുന്ന മലർനിരത്താല മൊഴിയുമാവണി തെന്നലിൽ വരികമാവേലി പഴമനസിന്റെ പടികടന്നെത്തുമുണ്മയായി. അങ്ങനെ അതിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ പിന്നീട് സിനിമയിൽ വലിയ പോപ്പുലറായി. ആ പാട്ടുകൾ ഏഷ്യാനെറ്റിൽ ഭയങ്കര പോപ്പുലറായി. ആ വർഷത്തെ ഓണപ്പാട്ടുകൾ അത് ഭയങ്കര ഹിറ്റായി.
അതിൻ്റെ മ്യൂസിക് പിന്നീട് എത്രയോ വർഷങ്ങൾ എല്ലാ ഓണക്കാലത്തും ഏഷ്യാനെറ്റിൻ്റെ തീം മ്യൂസിക്കായിട്ട് അതിൻ്റെ മ്യൂസിക് അവർ ഉപയോഗിച്ചു. കാരണം ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ അവർ ഉപയോഗിച്ചു. അങ്ങനെ എനിക്ക് വളരെ ആഹ്ലാദം തന്ന ഒരു വർക്കായിരുന്നു ചിങ്ങപ്പെണ്ണിന് കണ്ണെഴുത്. ബി ആർ പ്രസാദും ഞാനും മനോജും വലിയ ഒരു സൗഹൃദമായിട്ട് രൂപപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പകുതിയാക്കി വെച്ച മീശമാധവൻ്റെ ജോലികളിലേക്ക് തിരിച്ചുപോയി. മീശമാധവൻ നടന്നു. ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിൽ പാട്ട് എഴുതി. അത് നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അതിൽ പാട്ട് എഴുതി. ആ സിനിമ വലിയ വിജയമായി. പിന്നീട് ചെയ്ത പടങ്ങൾ ആ കോമ്പിനേഷൻ മാറ്റാൻ പറ്റാത്തൊരു രീതിയിൽ എല്ലാ ആളുകളും ഒരു സിനിമ വരുമ്പോൾ ആവശ്യപ്പെടുന്ന കോമ്പിനേഷനായിട്ട് മാറി വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരി. അങ്ങനെ ബി ആർ പ്രസാദായിട്ട് പിന്നെ കാണുന്ന സാഹചര്യങ്ങളും ഉണ്ടായില്ല. കണ്ണകന്നാൽ മനസ്സാകുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഉടനെ ഒരു പടത്തിൽ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത പടം എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ പിന്നീട് നേരിട്ട് കണ്ടുമില്ല. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞ സിനിമയിൽ പ്രിയൻ സാറിനെയൊക്കെ ബി ആർ പ്രസാദിന് എന്നേക്കാൾ എത്രയോ വർഷം മുമ്പ് അറിയാം. അവർ ഈ ചന്ദ്രോത്സവത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ സംസാരിച്ച. പിന്നീട് രഞ്ജിത്ത് ചന്ദ്രോത്സവം എന്നുള്ള പേരിൽ വേറൊരു സിനിമ ചെയ്തു. അതിന് ഈ ചന്ദ്രോത്സവമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ പ്രിയൻ സാറ് ബി ആർ പ്രസാദിന് പാട്ടെടുത്തു. ഒന്നാം കിളി രണ്ടാം കിളി എന്ന് പറഞ്ഞാൽ പാട്ട് ഭയങ്കര ഹിറ്റായി. അതിലെ പാട്ടുകളെല്ലാം ഭയങ്കര ചർച്ചാ വിഷയമായി. അങ്ങനെ ഒരിക്കൽ ചെന്നൈയിൽ ഏതോ ഒരു പടം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ ബി ആർ പ്രസാദാണ്. അന്ന് രാത്രി ബി ആർ പ്രസാദ് എന്നോട് പറഞ്ഞു, ഞാനൊരിക്കലും ലാലുവിനെ വിളിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. നിങ്ങളെനിക്ക് വാക്ക് തന്നിരുന്നതാണ് ഞാനുമായിട്ടൊരു സിനിമ ചെയ്യാമെന്ന്. ഇപ്പോൾ ലാലു വിളിച്ചില്ലെങ്കിലും ഇപ്പോൾ പ്രിയൻ വിളിച്ചെനിക്ക് പാട്ട് വന്നു. ഇപ്പോൾ എനിക്ക് പടങ്ങളും പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ വാക്ക് പാലിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അത് എനിക്കൊരു ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബി ആർ അത് മനഃപൂർവ്വം പറ്റിയതല്ല. അത് നിങ്ങളും പിന്നെ നമ്മൾ പിന്നെ കണ്ടുമില്ല. നമ്മൾ തമ്മിൽ ഇതുപോലൊന്നൊരു മീറ്റ് ചെയ്യുന്നൊരു അവസരം ഉണ്ടായില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ വിളിച്ചില്ല. ഞാനും എൻ്റെ ഈ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൻ്റെയും ടെൻഷൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയി. എന്നോട് ക്ഷമിക്കണം, നമുക്ക് വൈകാതെ തന്നെ ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇങ്ങനെ അപ്പോഴേക്കും ഈ ശരത്തും പനച്ചൂരാൻ പിന്നെ എൻ്റെ ലൈഫിലേക്ക് വന്നു, ഈ സിനിമകളിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും ഇത് നീണ്ടുപോയി. അങ്ങനെ ഒരിക്കലും പെട്ടെന്ന് ഈ തട്ടുംപുറത്ത് അച്യുതൻ എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ അതിൽ കുറച്ച് കർണാട്ടിക് ബേസ് ഒക്കെയുള്ള പാട്ടുകൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ദീപാങ്കുരനാണ്, കൈതപ്രം തിരുമേനിയുടെ മകൻ ദീപാങ്കുരനാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചത്. അപ്പോൾ ഇത്തരം പാട്ടുകൾ എഴുതാൻ പറ്റിയ ഒരാളാരാണ് എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ബി ആറിന് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ബി ആർ പ്രസാദിനെ വിളിച്ചു. പ്രസാദ്, ഒരുപാട് വൈകിപ്പോയി, പക്ഷേ നമുക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനൊരു സിനിമ ചെയ്യുന്നുണ്ട്, 5 പാട്ടുണ്ട്, ദീപാങ്കുരനാണ് മ്യൂസിക് ചെയ്യുന്നത്. പറഞ്ഞു, എന്താ സന്തോഷം ഇല്ലാതെ, ഞാൻ തൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ ഇത്രയും കാലങ്ങൾ. അങ്ങനെ ബി ആർ വന്ന് 3 പാട്ടുകൾ അതിലെഴുതി. മംഗളകാരക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പാട്ടുകളാണ്. നല്ല മ്യൂസിക്കാണ്, നല്ല പാട്ടുകളാണ്. പക്ഷെ ആ സിനിമ വേണ്ടത്ര വിജയിക്കാതെ പോയതുകൊണ്ട് ആ പാട്ടുകളൊന്നും അത്ര പോപ്പുലറായില്ല. അതിലെ 2 പാട്ടുകൾ പിന്നീട് എഴുതിയത് അനിൽ പനച്ചൂരാനാണ്. അനിൽ പനച്ചൂരാൻ ഇതുപോലൊരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയിട്ട് 2 പാട്ട് അനിൽ പനച്ചൂരാന് കൊടുത്തു. അത് ബി ആർ 3 പാട്ട് എഴുതിയതിന് ശേഷം മറ്റ് 2 പാട്ടുകളെ ബി ആറിന് അപ്പോഴേക്കും ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് എന്താണെന്ന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഫിസിക്കലി വയ്യല്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോയേ പറ്റൂ.
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് വേറെ ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചോളാൻ പറഞ്ഞ് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് അനിൽ പനച്ചൂരാൻ്റെ കാര്യം ഓർത്ത്. അതും കുറേ കാലമായിട്ട് പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്ടിരിക്കുന്നത്. അങ്ങനെ പനച്ചൂരാൻ ആ സിനിമയിൽ എഴുതി. എന്തായാലും ആ പടം എഴുതി ഒരു കടം വീട്ടാൻ പറ്റി എനിക്ക്. ബി ആർ പ്രസാദിനോട് പറഞ്ഞൊരു വാക്ക് പാലിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹം രോഗഗ്രസ്തനായി കിടപ്പിലായി. അപ്പോഴാണ് എനിക്ക് ഈ അദ്ദേഹം ഡയബറ്റിക് ആണെന്ന് അറിയായിരുന്നു. പക്ഷെ അത് ഇത്രയും രൂക്ഷമായ അവസ്ഥയിൽ ആയി എന്നറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മങ്കൊമ്പിലുള്ള വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. എന്നാൽ കഴിയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. കുറേ നേരം അന്നിരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബുക്സിൻ്റെ കളക്ഷൻ, ഈ മഴക്കാലത്ത് അവിടെ വെള്ളം പൊങ്ങുമ്പോൾ ഈ വീട്ടിൽ വെള്ളം കയറുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കും, ഈ സിനിമയിൽ എപ്പോഴും ഭയങ്കര കഴിവുകളുള്ള ആളുകൾ അവരർഹിക്കുന്ന ഒരു ജീവിതം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് വളരെ സാധാരണമായ ഒരു കാഴ്ചയാണ്. അതിനെന്തെന്നാണ് പറയേണ്ടത്, വിധി എന്നാണോ? അല്ലെങ്കിൽ ബി ആർ പ്രസാദിനെ പോലെ ഇത്രയും ടാലൻ്റുള്ള ഒരാൾ, ഭയങ്കര തിരക്ക് പിടിച്ച ഒരു പാട്ടെഴുത്തുകാരനും അല്ലെങ്കിൽ തിരക്കഥാകൃത്തൊക്കെ ആവേണ്ടിയിരുന്ന ഒരാൾ അങ്ങനെ ആവാതെ പോയത് വിധിയുടെ വിളയാട്ടം എന്നല്ലാതെ എന്താണ് പറയുക? അറിയുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയാതെ പോയി എന്ന് പറയുന്ന ഒരു സങ്കടകരമായ കാര്യമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇനി വീണ്ടും ശക്തമായി തിരിച്ചു വരും, നമുക്ക് ഇനി സിനിമകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളന്ന് പിരിഞ്ഞു. പക്ഷെ അവിചാരിതമായിട്ടൊരു ഹൃദയ സ്തംഭനത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. എപ്പോഴും ഒരു ചെറിയ നൊമ്പരത്തോടെയും കുറ്റബോധത്തോടും ഞാൻ ഓർക്കുന്ന പേരാണ് ബി ആർ പ്രസാദ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ലത്തെ കല്യാണത്തിന് ആകാശവും ഭൂമിയും പോകുന്നേ. മടിയിൽ തങ്കക്കട്ടി തമിഴ് കുട്ടിനാൻ இந்த താലമെഴുതും കവിഞ്ചരിൻ കവിതയും ഞാൻ വാഴും കരുമാടി പെണ്ണാളെ, വരിനെല്ലിൻ കൂമ്പിൽ ചെറുവും വന്നീലേ. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം